ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 67. സോമപോ അമൃതപ സോമഃ പുരുജിത് പുരുസത്തമഃ വിനയോ ജയ സത്യസന്ധോ ദശാർഹ സത്വതാം പതിഃ. ഹരി ഓം. ഹരി ഓം. 503 നാമം സോമപഹ. സോമരസത്തെ പാനം ചെയ്യുന്നവൻ എന്നർത്ഥം. യാഗങ്ങളിൽ ഹവിസായിട്ട് സോമരസത്തെ അർച്ചിക്കുമ്പോൾ അവിടെയുള്ള ദേവതാരൂപേണ ആ ദേവത വന്ന് സോമപാനം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ വരുന്ന ദേവതയായിട്ടിരിക്കുന്നതും ഭഗവാനാണ്. അങ്ങനെ ദേവതയുടെ രൂപത്തിൽ ഭഗവാൻ സോമപാനം ചെയ്യുന്നു. ഇനി ആ യജ്ഞത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണോ യജ്ഞം ചെയ്യുന്നത് ആ ആളെ യജമാനൻ എന്ന് വിളിക്കുന്നു. ആ യജമാനനും സോമപാനം ചെയ്യും. മുൻപൊരു നാമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ യജമാനനായി ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ രണ്ട് രീതിയിലും സോമപാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ സോമപഹ. 504 നാമം അമൃതപഹ. അമൃതത്തെ പാനം ചെയ്തവൻ. ഒന്ന്, ആ പരമാനന്ദമാകുന്ന അമൃതരസത്തെ എന്നും പാനം ചെയ്ത് ആ ആനന്ദാനുഭവത്തിൽ ഇരിക്കുന്നവൻ. ഇനി മറ്റൊരർത്ഥത്തിൽ പാലാഴി മഥനത്തിന് ശേഷം ആ അമൃതകുംഭം അത് അസുരന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടോടിപ്പോയി. എന്നാൽ അവരെ മയക്കി വശപ്പെടുത്തി മോഹിനി രൂപത്തിൽ ഭഗവാൻ ആ അമൃതത്തെ അവസാനം ദേവന്മാർക്കാണ് കൊടുത്തത്. അങ്ങനെ ദേവന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വയം രുചിച്ചു നോക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വയം അമൃതപാനം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ അമൃതപഹ. 505 നാമം സോമഹ. സോമൻ എന്നാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഈ ഔഷധികൾ അതിനെയൊക്കെ പോഷിപ്പിക്കുന്നത്, അതായത് നല്ല ഔഷധ ഗുണമുള്ള ചെടികളെ പോഷിപ്പിക്കുന്നത് ചന്ദ്രനാണ് എന്നാണ് സങ്കല്പം. അങ്ങനെ ചന്ദ്രരൂപേണ ഔഷധികളെ പോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സോമഹ. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ തിരിച്ചു പറയുന്നു, സ ഉമ. ഉമയോടുകൂടിയ ആ ശിവനായിരിക്കുന്നതും പരമാത്മാവായിട്ടുള്ള ഈ മഹാവിഷ്ണു തന്നെ. അങ്ങനെയുള്ള ആ ഒരു അർത്ഥത്തിൽ, അതായത് ശിവൻ വേറെയല്ല, മഹാവിഷ്ണു വേറെയല്ല, എല്ലാം ഒന്നു തന്നെ. അങ്ങനെ സോമഹ. 506 നാമം പുരുജിത്. പുരു എന്നാൽ വളരെയധികം ശത്രുക്കളെ ജയിച്ചതിനാൽ പുരുജിത്. 507 നാമം പുരുസത്തമഹ. ഇവിടെ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പുരുഷനായിട്ടുള്ളത് ആ ഭഗവാനാണ് എന്നതിനാൽ അത്രയും വലിയ ആ രൂപത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ആ രൂപം അത്രയും ഉത്കൃഷ്ടമാണ് എന്നതിനാൽ സത്തമഹ. അങ്ങനെ ഇത് രണ്ടും പുരുവും സത്തമനുമായതിനാൽ പുരുസത്തമഹ. 508 നാമം വിനയ. ദുഷ്ടന്മാരുടെ വിനയത്തെ എന്നതുകൊണ്ട് അവരുടെ വിനാശത്തെ ചെയ്യുന്നു എന്നതിനാൽ വിനയ. 509 നാമം ജയ. സകല ഭൂതങ്ങളെയും ജയിക്കുന്നവൻ, എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠനായവൻ എന്ന അർത്ഥത്തിൽ ജയ. 510 നാമം സത്യസന്ധ. താൻ സങ്കല്പിക്കുന്നതെല്ലാം സത്യമാക്കി തീർക്കാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ സത്യസന്ധ. ഭഗവാൻ സത്യസങ്കല്പനാണ് എന്നൊരു ശ്രുതിയുണ്ട്. അങ്ങനെ സത്യമായ സങ്കല്പത്തോടു കൂടിയവൻ, അതാണ് സത്യസന്ധ. 511 നാമം ദശാർഹ. ദാശം എന്നതിന് ദാനം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഭഗവാന് കൊടുക്കുന്ന ദാനത്തിന് അർഹനായിട്ടുള്ളവൻ ഭഗവാൻ. എന്ത് ദാനമാണ് നമ്മൾ ഭഗവാന് കൊടുക്കേണ്ടത്? നമ്മുടെ എല്ലാ കർമ്മങ്ങളും അത് ഭഗവാന് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു യജ്ഞമായി തീരുന്നു. അങ്ങനെ ഭഗവാന് നമ്മൾ എല്ലാ കർമ്മങ്ങളും യജ്ഞരൂപത്തിൽ സമർപ്പിക്കുമ്പോൾ അത് കർമ്മയോഗമായി തീരുന്നു. അങ്ങനെ ആ യജ്ഞത്തിനുള്ള അധികാരികളായി തീരുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ദശാർഹ, ദാനത്തിന് അർഹനായിട്ടുള്ളവൻ. ഇനി മറ്റൊരർത്ഥത്തിൽ യദുകുലത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത്. ഈ യദുകുലത്തിലെ ഒരു പ്രശസ്തനായ രാജാവാണ് ദശാർഹൻ. അപ്പോൾ ദശാർഹന്റെ പിൻഗാമിയായി ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ എന്ന അർത്ഥം വരുന്ന രീതിയിൽ ദശാർഹ. 512 നാമം സാത്വതാം പതിഹി.
സാത്വന്മാർ എന്ന് വെച്ചാൽ യാദവന്മാർ എന്നൊരർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ രക്ഷകനായി വന്നവൻ എന്ന അർത്ഥത്തിൽ സാത്വനാം പതിഹി. ഇനി മറ്റൊരു രീതിയിൽ പറയുന്നത്, ഈ ഉപാസനാകാന്ഡത്തിൽ സാത്വതം എന്ന് പേരായിട്ടൊരു തന്ത്രമുണ്ട്. ഈ സാത്വത തന്ത്രത്തെ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ അതിനെ പറഞ്ഞു കൊടുക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് സാത്വത് എന്ന പദം. ഇങ്ങനെയുള്ളവരുടെ എന്ന് പറയാനാണ് സാത്വതാം. ഇങ്ങനെയുള്ളവരുടെ പതിഹി, നാഥൻ എന്ന അർത്ഥത്തിലാണ് സാത്വതാം പതിഹി എന്ന മറ്റൊരു അർത്ഥം. ഹരിയും.